ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കുറേ നേരം ചില്ല് ചെയ്തിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം എണീറ്റുള്ളൂ. ബാത്റൂമിലൊക്കെ പോയി റെഡിയായി. ഞാൻ എന്താ പരിപാടിയെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് എല്ലാവരും കൂടി പുറത്തു വന്നിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ ഒരു പട്ടി അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഫ്രണ്ട് അതിൻ്റെ കൂടെ കുറേ നേരം ഓടിച്ചാടിയൊക്കെ നടന്നു. ഇവൻ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, പക്ഷെ ആള് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. എൻ്റെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മളൊരു ബോട്ട് ക്രൂസിലൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഈ വീട് മൊത്തത്തിലൊന്നും കാണിച്ചു തന്നില്ല. ഈ റൂമിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സുഖമായിട്ടൊക്കെ ഉറങ്ങി. ഇത് ബാക്കിയുള്ളവരൊക്കെ കിടന്നുറങ്ങിയ റൂമും ഒക്കെ ആയിരുന്നേ. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഹോളും ഞങ്ങൾ ഇവിടെയാണ് ഇന്നലെ രാത്രി ഇരുന്ന് കുറച്ച് നേരം ചില്ലൊക്കെ ചെയ്തത്. പിന്നെ എൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു. ഇത് ഇന്നലെ ഞങ്ങൾ വരുന്ന ടൈമിൽ വാൾമാർട്ടിൽ നിന്ന് വാങ്ങിച്ച കേക്കാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ആ ബാക്ക് യാർഡിൽ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ കേക്ക് മുറിച്ചു. Happy birthday to you. Happy birthday dear Radhu. Happy birthday to you. ജയ് കിസാൻ, ജയ് ജവാൻ. ആണോ? ജയ് ജവാൻ. അയ്യോ കേക്കും ഇവിടെ ഡ്രസ് മാച്ചിങ് ഉള്ള എല്ലാം അറിഞ്ഞ എങ്ങനെ സാധിക്കുന്നത്? നിങ്ങൾക്ക് രാധ ഈ അവസരത്തിൽ രാധുവിനെ പറ്റി 2 വാക്ക്. രാധു അങ്ങനെ കളിയായിരിക്കുന്നു. ഒരു വാക്ക് നീ എന്തെങ്കിലും എടി രാധുവിനെ പറ്റി 2 വാക്ക് പറ. ചിന്തിരി നമ്മള് നോക്കണം കൂടിയില്ല. ഞാൻ ഫോട്ടോ കണ്ട ചിന്തന പിന്നെ എടുത്താ സ്ട്രോബെറി കഴിക്കുന്നീ. അവൻ സ്നേഹത്തോടെ തരല്ലേ. ബാക്കി വെള്ള വാനില്ല വെള്ളമുള്ളടി. പിന്നെ അത് ഞാൻ കഴിക്കും. നോക്കിയിരുന്നായി സ്ട്രോബെറി എനിക്കും വേണ്ട. കിളിക്കൊന്നുമില്ല. അവന് കൊടുത്തോ? അവന് വേണ്ടാന്ന് പറഞ്ഞു. അവന് ഞാൻ സ്നേഹത്തോടെ കൊടുത്തപ്പോ അവൻ എന്നെ പുച്ഛിച്ചു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ തരുന്നില്ല, എന്റെ മേത്താക്കണം കൈമാക്കാൻ വയ്യാതെ അല്ലെങ്കിൽ നല്ല സൺസ്ക്രീനിന്റെ ടേസ്റ്റ് ഉണ്ട്. എന്റെ മോൻ കീ എവിടെയായിരുന്നടാ? കീ ഭദ്രമായി. അങ്ങനെ കാണാതെ പോയ കീ ഉണ്ണിയുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നു. ഞങ്ങളിപ്പോൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ചെറിയ ടൗണിലേക്കാണ്, ലിറ്റിൽ കരൺ ടൗൺ. ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് ഷോപ്സും കാര്യങ്ങളൊന്നും അങ്ങനെ തുറന്നിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൗൺ വാട്ടറിൻ്റെ സൈഡിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ടൗൺ ശരിക്കും അടിപൊളിയാണ് കേട്ടോ, നല്ലൊരു വൈബൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം കടയൊന്നും തുറക്കാത്തതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ആ വാട്ടർ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി എല്ലാവർക്കും ഒന്ന് കണ്ട് ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ തിരിച്ചു പോന്നു. ഈ ഷോപ്സൊക്കെ ഓപ്പൺ ആയിട്ട് ഇവിടെ ആൾക്കാരെയൊക്കെ കുറേ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു വൈബ് ഉണ്ടായേനെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തോ ഒരു പ്രത്യേകത. ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്, എന്നാലും കുറേ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ ഒരു വൈബ് തന്നെയല്ലേ അത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പാർക്കൊന്നും ചെയ്യാൻ പറ്റാണ്ട് ആ കാണുന്നതാണ് കേട്ടോ ലിറ്റിൽ കരൺ ബ്രിഡ്ജ്. അങ്ങനെ ഞങ്ങൾ പാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ പിന്നെ അവിടെ ചെറുതായിട്ടൊന്ന് പാർക്ക് ചെയ്ത് വെറുതെ പുറത്തിറങ്ങി 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പിന്നെയും തിരിച്ചു പോന്നു. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. എൻ്റെ പൊന്നെ, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ ചെന്ന ഒരു റെസ്റ്റോറൻ്റാണ് അത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഞെട്ടിച്ചു. ഇതാണ് റെസ്റ്റോറൻറ്റ് പേര്, ഇലിയോട്ട് റെസ്റ്റോറൻറ്റ്. എനിക്ക് പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണോന്ന് അറിയില്ല, ബട്ട് എനിവേയ്സ് ഇതിൻ്റെ എൻട്രൻസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിട്ടോ. എന്നാലും പിന്നെ നടന്ന് ഞങ്ങൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ കയറി. ഉള്ളിൽ കയറി ചെന്നപ്പോൾ പുറത്തിരിക്കണോ അകത്തിരിക്കണോ എന്നൊരു കൺഫ്യൂഷനായി. ഞങ്ങൾ ഇത്രയും പേരെ ഉള്ളതുകൊണ്ട് പുറത്തിരിക്കാൻ ചിലപ്പോൾ സീറ്റിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അകത്ത് തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഓർഡറൊക്കെ ചെയ്ത് ഓരോ ഐറ്റംസ് ആയിട്ട് വരാൻ തുടങ്ങി. നമ്മളെ ഓർഡർ ചെയ്യുന്ന എല്ലാ മെയിൻ കോഴ്സിൻ്റെ കൂടെയും ഇവർ ഈ സാലഡ് തരും. ഇതൊരു സൂപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ഗ്രീക്ക് സാലഡും സീസർ സാലഡുമാണ് വാങ്ങിച്ചത്.
ഗ്രീക്ക് സാലഡ് കഴിച്ചിട്ട് സോ ഫ്രഷ്, ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു. ഭയങ്കര റിഫ്രഷിങ് ആയിരുന്നു. എല്ലാവർക്കും സാലഡൊന്നും നമ്മൾ എപ്പോഴും അങ്ങനെ കഴിക്കാത്തതാണ്, നമുക്കങ്ങനെ ഇഷ്ടപ്പെടാറുമില്ല ചിലപ്പോൾ ഒക്കെ. പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷും മാഷ് പൊട്ടറ്റോയും, പിന്നെ ഫിഷ് ആൻഡ് ചിപ്സ്, ഇവിടെ ഗ്രിൽഡ് ചിക്കൻ, പിന്നെ സ്റ്റേക്ക്, അങ്ങനെ പല പല ഓർഡേഴ്സാണ് നമ്മൾ വാങ്ങിച്ചത്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റൊക്കെ ചെയ്യാൻ. ഞാൻ വാങ്ങിച്ച ഫിഷും പിന്നെ മാഷ് പൊട്ടറ്റോ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ഓയിലി ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഫ്രഷ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു. എല്ലാവരുടെയും, ഇപ്പോൾ സ്റ്റേക്ക് ആണെങ്കിലും പാസ്ത ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു, ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും മതി അറിഞ്ഞ് ഞങ്ങൾ അത് കഴിച്ചു. ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. നിങ്ങളെല്ലാവരും മാനട്ടൂൺ ഐലൻഡിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം. ഭയങ്കര അടിപൊളിയാണ്, നല്ല സർവീസാണ്, ഫുഡും അടിപൊളിയാണ്, എല്ലാം അല്ല 10 on 10 ആണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എത്രയാവും ബില്ലെന്ന് ഗസ് ചെയ്യാനായിട്ട് 140. എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരു ഗസ് 20, 40, 60, 100. അപ്പൊ 160. നീ 156. 155. എത്ര പ്രതീക്ഷിക്കുന്നു ബില്ല്? 140. 140. ഇനി എത്ര പ്രതീക്ഷിക്കുന്നു? എത്ര ബില്ല്? 140, 150. But it's $152 even. Thank you. 152. ഇങ്ങനത്തെ ചെറിയ ടൗൺസിലൊക്കെ വരുമ്പോഴാണ് ഈ വിൻറ്റേജ് വെഹിക്കിൾസ് ഒക്കെ കുറേ കാണാറുള്ളത്. അടിപൊളിയാണേ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്ന് ഇനി ഞങ്ങൾ പോകുന്നത് നമ്മുടെ ഫെറി എടുക്കാനാണ്, അല്ലെങ്കിൽ ക്രൂസ് എന്ന് വേണമെങ്കിൽ പറയാം. പോകുന്ന വഴി ഞങ്ങളൊരു പിറ്റ് സ്റ്റോപ്പ് എടുത്തു കേട്ടോ. ഞങ്ങൾ ചുമ്മാ നടന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി എത്തി. അങ്ങനെ നടന്നത് ഇപ്പം ഈ ലേക്കിൻ്റെ നടുക്കൊരു ഐലൻഡ്. ദൈവം, ഇതെന്താ സംഭവം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അത് കാണാനൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്. ഈ നമ്മുടെ മോൾദീവ്സിൻ്റെ ഐലൻഡൊക്കെ കാണുന്ന പോലെ എന്തോ ഒരു റിസോർട്ടൊക്കെ ഉള്ള പോലെ തോന്നി. അങ്ങനെ ഞങ്ങൾ S24 എടുത്ത് സൂം ചെയ്തു. അപ്പം നോക്കുമ്പോൾ എന്താ, അവിടെ ഒരു വീടുണ്ട്, അവിടെ ആരോ താമസിക്കുന്നു. ഭയങ്കര എന്തോ ഒരു പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്ക്, കണ്ടോ, അവിടെ ആരോ ഉണ്ട്. എന്തോ റിസോർട്ടാണോ വീടാണോ എന്താണോ എന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ സംബഡി ഈസ് ലിവിങ് ദെയർ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ പോകുന്നത് നേരെ നമ്മുടെ ക്രൂസ് ബോട്ട് എടുക്കാനാണ്. പോകുന്ന വഴിയിൽ നമ്മൾ ഈ ഒരു പിറ്റ് സ്റ്റോപ്പും കൂടി എടുത്തു. പക്ഷേ ഇവിടെ എങ്ങനെ എത്തിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ആ ഫുഡൊക്കെ കഴിച്ചിട്ട് മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് ഒരു സ്ലൈറ്റ് നാപ്പ് എടുത്തു. പക്ഷേ ഈ വ്യൂ ഒക്കെ കൊള്ളാം. ഇവിടെയൊക്കെ എന്താ പറയുക, ഒരു ക്യാബിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാൻ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. എൻ്റെ മുഖം കണ്ടോ, ഓർക്കപ്പിച്ചിലാണ് ഞാൻ. എന്നാലും നമ്മളങ്ങ് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ക്രൂസ് എടുക്കാനുള്ള പോർട്ടിൻ്റെ അടുത്തെത്തി. നല്ല ഒരു വൈബൊക്കെ ഉണ്ട്. ഒന്നും മനസ്സിലായില്ല, എന്നാലും ഓക്കെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ചുമ്മാ അവിടെ ഒന്ന് ടൈം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ചുമ്മാ അവിടെയൊക്കെ നടന്ന അവിടെ ഒരു പാർക്ക് പോലെയാണേ. അപ്പോൾ നമുക്ക് ഇരിക്കാനും കുറച്ച് നടക്കാനും ഒക്കെയുള്ള സ്പേസൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയും ചുമ്മാ ഇങ്ങനെ നടന്ന് ആ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നടന്നു. എന്തായാലും നമ്മൾ വണ്ടിയും കൊണ്ടാണ് ക്രൂസിലേക്ക് കയറുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടി എടുക്കാൻ തിരിച്ച് വരണം. അതുവരെ ചുമ്മാ ഒന്ന് നടക്കാം, ടൈമും ഉണ്ട്. എന്നാൽ പിന്നെ നടന്ന് ഒന്നെല്ലാം കാണാമെന്നൊക്കെ വിചാരിച്ചു. വ്യൂ ഒക്കെ എല്ലാം ഇങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമബിൾ സ്പോട്ടായിട്ട് തോന്നി കേട്ടോ. ആ ബ്രിഡ്ജും ആ ലേക്ക് വ്യൂവും ഒക്കെ ഭയങ്കര ഭംഗിയാണ്. എനിക്ക് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. പക്ഷേ നല്ല അടിപൊളി സ്ഥലം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി ബർത്ത്ഡേ സർപ്രൈസും ബർത്ത്ഡേ ഗിഫ്റ്റും ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഹാപ്പിയായി ഞാൻ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എന്തോ സാധനമാണ്. നമ്മളിവിടെ ഫെറിയിൽ കയറാൻ വേണ്ടി വന്നേക്കുവാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ചുറ്റിപ്പറ്റി നടന്നിട്ട് ഫെറി പോലും വന്നിട്ടില്ല, ഒന്നുമില്ല, ഫെറിയും ഇല്ല. നമുക്ക് ആ ഊഞ്ഞാലിൽ കയറാം. അതെ, ഇനി ഊഞ്ഞാലിലോട്ടാണ് നമ്മുടെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിളിക്കെന്തോ പറ്റി.
അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഫെറി വരുമ്പോൾ അല്ലെങ്കിൽ ക്രൂസ് ഷിപ്പ് വരുമ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള ക്യൂവിലേക്ക് ഞങ്ങൾ നേരെ തിരിച്ചു. Go. Thank you so much. So will we mostly waiting for over here? Oh, 3:30. That's 3:30. All right. right straight down lane 6 there. Thank you so much. നമ്മുടെ കപ്പൽ വരുന്നുണ്ട്, അല്ല ക്രൂസ് വരുന്നുണ്ട്. Like oh no, oh no, oh no, I'm used to flying solo. I'm in trouble now, I'm in trouble now. Now I'm singing like